വിശദാംശങ്ങളിലേക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനായി ചേർന്ന CPM നേതൃയോഗം ഇന്ന് അവസാനിക്കും. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനായി UDF ഏകോപന സമിതി യോഗവും ഇന്ന് തലസ്ഥാനത്ത് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ആദ്യം നമുക്ക് CPM യോഗത്തിലേക്ക് എത്താം. മുഖ്യമന്ത്രിക്കും അതുപോലെ സർക്കാരിനുമെതിരെയുള്ള വിമർശനങ്ങളൊക്കെ സംസ്ഥാന സമിതിയിൽ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് എന്തായിരിക്കും അന്തിമമായി വിലയിരുത്തൽ ഉണ്ടാവുക? വിജി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയാണ് കൂടുതൽ വിമർശനവും ഉയർന്നു വരുന്നത്. നേരത്തെ CPI ജില്ലാ നേതൃത്വം അടക്കം മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ CPM-നുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. ഓരോ വിഷയങ്ങളെ എണ്ണിയാണ് രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്നത്. അതായത് വിദേശ യാത്ര വിവാദം മുതൽ മുഖ്യമന്ത്രിയുടെ മൈക്ക് വിവാദം വരെ ഇതിൽ വിമർശന വിധേയമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ ഒരു എതിർപ്പാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ളത്. അതോടൊപ്പം തന്നെ മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത വച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ വലിയ പൊതുസമൂഹത്തിലെ ഇടപെടൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ നിലവിലുള്ള ശൈലി അത് നല്ലതല്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുമാത്രമല്ല KK ശൈലജയെ അടുത്ത മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനിരിക്കെ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിച്ച് പുറത്താക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ള ഒരു ആരോപണവും ഇതിനുള്ളിൽ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ വിഷയം ഗൗരവമുള്ളതെന്ന് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റുതിരുത്തൽ നയം വേണമെന്നുള്ളൊരു തീരുമാനമാണ് പാർട്ടിക്കുള്ളിലുള്ളത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനി പല തിരഞ്ഞെടുപ്പുകളും വരുന്നുണ്ട്, ബൈ ഇലക്ഷൻ അടക്കമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ തെറ്റുതിരുത്തി പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത്. ജനവിശ്വാസം തിരിച്ചു പിടിക്കാൻ അടിയന്തരമായ ഇടപെടലുകൾ നടത്തണമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം ഈഴവ വോട്ട് ചോർന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് സമിതിയിലുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും വിഷയങ്ങളിലെല്ലാം ഒരു നടപടി വേണമെന്ന് ഉടൻ തന്നെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനം കൊണ്ടുവരണമെന്നുമാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഫിജി, ശരി, നമുക്കറിയാം ഈ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും വരെ എതിർപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിൽ CPI ഒക്കെ കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നടപടികൾ ശരിയാകുന്നില്ല, അല്ലെങ്കിൽ അത് ഗുണപ്രദമാകുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തൽ പൂർണ്ണമായി CPM-നുണ്ടോ? അതോ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണോ ഇക്കാര്യത്തിൽ ഗൗരവത്തോടെയുള്ളത്? മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ സർക്കാരിനുമെതിരായ ഒരു വിമർശനം അതൊരു പാർട്ടി പ്രഖ്യാപനമായി വരാൻ സാധ്യതയുണ്ടോ? ഫിജി, നിലവിൽ ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ അത്തരത്തിലുള്ള വിമർശനം ഉയരുന്നത് ഗൗരവമായി തന്നെ കാണാൻ തന്നെയാണ് പാർട്ടി കണക്കാക്കുന്നത്. പ്രധാനമായും ഈ CPIക്കുള്ളിലും ഇത്തരത്തിലുള്ള വിമർശനം ആദ്യം മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. CPI ഇപ്പോൾ ഘടകകക്ഷിയായി ഇപ്പോൾ LDF-ൽ നിൽക്കുന്നതിൽ പാർട്ടിക്ക് വലിയ ഗുണമില്ല എന്നുള്ള ഒരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ഘടകകക്ഷികൾ പോലും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന് ഇത് ഭാവിയിൽ വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. ഘടകകക്ഷികൾ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള സ്വഭാവത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ് ഈ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിലുള്ള തോൽവിക്ക് കാരണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി കണ്ട് ഒരു നടപടി എടുക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ ഗൗരവമായി തന്നെ കാണണം, അത് കാര്യമായി അംഗീകരിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിലാണ് ഇതിന് പുതിയ നടപടി എടുക്കുക എന്നുള്ള കാര്യം ഇന്ന് വൈകിട്ടോടെയായിരിക്കും ഇതിനൊരു വ്യക്തത വരിക. ഏതായാലും ഇന്ന് ഇതിന്റെ CPM നേതൃസമിതി യോഗമൊക്കെ കഴിയുമ്പോൾ തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇനി പാർട്ടി എത്രത്തോളം വ്യക്തമായാണ് ഏത് തരത്തിലാണ് ഇനി പ്രവർത്തിക്കേണ്ടതെന്ന് അടക്കമുള്ള ഒരു കാര്യത്തിൽ തീരുമാനവുമാകും. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഫിജി, നമുക്ക് UDF-ന്റെ കാര്യത്തിലേക്ക് വന്നാൽ UDF ഏകോപന സമിതി യോഗം ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുകയാണ് പ്രധാന ലക്ഷ്യം. നമുക്കറിയാം തൃശ്ശൂരിലെ തോൽവി വലിയ ഒരു പാടായി UDF-ന് മുന്നിൽ നിൽക്കുന്നുണ്ട്, വലിയൊരു കളങ്കമായി നിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശകലനങ്ങൾ ഉണ്ടാകുമോ? എന്തായിരിക്കും UDF സമിതി യോഗത്തിൽ പ്രധാനമായി ഉയർന്നു വരിക?
ഫിജി, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകനം തന്നെയാണ് ഇന്നത്തെ യോഗം. തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തൽ ഈ യോഗത്തിലുണ്ടാകും. കൂടുതൽ സീറ്റുകൾ UDF നേടിയിട്ടുണ്ടെങ്കിലും ഈ തൃശ്ശൂരിലെ തോൽവി വലിയ തിരിച്ചടിയായിട്ട് തന്നെയാണ് UDF കണക്കാക്കുന്നത്. എന്നാൽ നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോപണം LDF-നെതിരെ ഉന്നയിച്ചിരുന്നു. ഈ CPM-ന്റെ പാർട്ടി ശക്തമായ കേന്ദ്രങ്ങളിലെല്ലാം വോട്ട് ചോർന്നുവെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് വിലയിരുത്തലിലുണ്ടായത്. അതുകൊണ്ട് UDF ഇക്കാര്യം LDF-ന്റെ മേലിൽ തന്നെ ചുമത്തിയാണ് വച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി നോക്കണം. അത്തരത്തിൽ ആലത്തൂരിലുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ വയനാടുള്ള തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും ഇനി പ്രവർത്തനം എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ നേട്ടം ഇനിയും വലിയൊരു നേട്ടമാക്കി മാറ്റിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ പാർട്ടി പുനഃസംഘടന, ഈ നേതൃത്വത്തിനകത്തുള്ള മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വൈകിട്ട് 5:30 കന്റോൺമെന്റ് ഹൗസിലാണ് ഈ യോഗം ആരംഭിക്കുന്നത്. ഏതായാലും വളരെ വൈകിയായാലും ഈ യോഗത്തിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി UDF ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ട ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പുകൾ എത്തരത്തിൽ നേരിടണം, ഇനി ജനങ്ങളോട് എത്രത്തോളം ചേർന്ന് നിൽക്കണം, LDF-നെതിരെ ഏത് പ്രതിരോധമാണ് ഒരുക്കേണ്ടത്, BJP-ക്ക് വഴിയൊരുക്കാതെ എങ്ങനെ വിജയിക്കണം എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഫിജി. ശരി വിഷ്ണു, നമുക്ക് മറ്റൊരു വിഷയമുണ്ട്. നിയമസഭാ കാര്യം കൂടി സമ്മേളനം ഇന്നും തുടരുകയാണ്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം കണ്ണൂർ ബോംബ് സ്ഫോടനത്തിൽ